ഇത് കണ്ടിട്ട് കൊതിയാവുന്നു എനിക്ക്. ഏത്? അല്ല നിങ്ങൾക്ക് ബോറടിക്കുമ്പോ തീറ്റില്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ അണ്ണാ? അളിയ തിന്നുന്നത്ര എന്റർടൈൻമെന്റ് വേറെ ഒന്നിനും കിട്ടൂല. ആ പറഞ്ഞത് സത്യമല്ലേ? മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇങ്ങനെ വിളമ്പി മുന്നിൽ വെച്ചിട്ട് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്നാൽ പിന്നെ അടിപൊളി ഒരു ഊണങ്ങ് കഴിച്ചാലോ? നല്ല ചൂടാവി പറക്കണ ചോറ് നല്ല പ്ലേറ്റിലോട്ട് ഇങ്ങനെ വെത്തറി അങ്ങ് വെച്ചതിന് ശേഷം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കറി അതിൻ്റെ മേലോട്ട് ഒഴിക്കാം. സ്പെഷ്യൽ കറി എന്ന് വെച്ചാൽ വെറുതെ ഒന്നും അല്ല കേട്ടോ, നല്ല ദശ കട്ടിയുള്ള മാലൻ ഫിഷ് വറുത്തരച്ച് മുരിങ്ങക്കോലും തക്കാളിയും പുളിയൊക്കെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു കിട്ടുകാച്ചി മീൻകറി. ഓ, പറയുമ്പോൾ തന്നെ അങ്ങ് കൊത്തിയാവുകയാണ് കഴിക്കാൻ. എന്നിട്ട് അവനെ അങ്ങോട്ട് നമ്മുടെ ചൂട് ചോറിന് മേളിൽ ഇഷ്ടം പോലെ ഗ്രേവിയോടുകൂടി അങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് നല്ല എരിവുള്ള ഇടിച്ച മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കിയ അതേ ഫിഷ് തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല പോലെ വറുത്തെടുത്ത ഒരു കഷ്ണം. അതിൻ്റെ കൂടെ ഇച്ചിരി ആർഭാടത്തിന് നമ്മുടെ ചെമ്മീൻ പൊടി ചമ്മന്തിയും കൂടെ ആയാൽ ഊണ് പിന്നെ കുശാലായത് തന്നെ. എനിക്കിനി ക്ഷമയില്ല കേട്ടോ, ഞാൻ കഴിക്കാൻ പോവുകയാണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്യാപ്പിന് ശേഷമാണ് ചോറും കറിയൊക്കെ ഇത്ര ആസ്വദിച്ച് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീരെ ക്ഷമയില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ നമ്മുടെ പതിവ് പോലെ തന്നെ എല്ലാം കുഴച്ചെടുത്തൊരു ഉരുള അങ്ങ് കഴിച്ചാലോ? ആദ്യം നമ്മുടെ ചോറ് നല്ല ഗ്രേവിയിലങ്ങ് കുഴച്ചെടുത്തിട്ട് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അതിലോട്ട് എടുത്ത് വെച്ച് നമ്മുടെ ചെമ്മീൻ പൊടിയൊക്കെ ചേർത്തൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ദശ കട്ടിയുള്ളൊരു മീനിൻ്റെ കഷ്ണം നല്ല പോലെ ഇങ്ങനെ എടുത്ത് ആ ചോറിലോട്ട് വെക്കുമ്പോൾ കിട്ടുന്നൊരു മണമുണ്ട്. അടിപൊളി ടേസ്റ്റും മണവും കൂടി ആകുമ്പോൾ ഒന്നും പറയണ്ട. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയ മീൻകറിയിൽ മോരിങ്ങക്കോല് നല്ല പോലെ അതിലോട്ട് സ്മാഷ് ചെയ്തെടുത്ത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ടൊന്ന് ഇളക്കി 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 അങ്ങ് എടുക്ക്. പിന്നെ ലാസ്റ്റ് നമ്മുടെ മീൻ കഷ്ണം അതും കൂടെ വച്ച് ഒന്ന് കുഴച്ചെടുക്കുമ്പം ഏതാണ് നാവിലോട്ട് വരുന്ന ആദ്യത്തെ ടേസ്റ്റ് എന്ന് പോലും അറിയാത്ത രീതിയിലൊരു പ്രത്യേകതരം ടേസ്റ്റ് വരും. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് സ്നേഹത്തോടെ ഒരു ഉരുള. ഇന്ന് ആർക്കാ വേണ്ടേ ഈ കുട്ടി ഉരുളച്ചോറ്?